ദെൻ വി ഹാവ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സോ വി ഹാവ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ് ക്ലൈമറ്റ് വെതർ എന്നുള്ള ഒരു ഡിഫറൻസ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വി ഹാവ് വാട്ട് വി കൻ സേ ഒരു സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷന്റെ ആസ്പെക്റ്റുകളിലെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. അത് ഒരുപാട് കാലഘട്ടത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് പറയുന്ന ആ, ഒരു ആസ്പെക്റ്റിലേക്ക് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഷോർട്ട് വേവ് റേഡിയേഷന് സൂര്യനിൽ നിന്ന് വരുന്ന ഷോർട്ട് വേവ് റേഡിയേഷൻസ്, ഗ്ലാസ് ഹൗസ് എഫക്റ്റ് എന്ന് പറയുമ്പം ഗ്ലാസ്സുകളുടെ ഉള്ളിലേക്ക് സൂര്യനിൽ നിന്ന് ഷോർട്ട് വേവ് ലെങ്ത് പ്രവേശിക്കുകയും അതവിടെ അബ്സോർബ് ചെയ്യപ്പെടുകയും തിരിച്ചു പോകുന്ന ലോങ് വേവ് ലെങ്ത് സംഭവങ്ങൾ തിരിച്ചു വരുന്ന ലോങ് വേവ് ലെങ്ത് സംഭവങ്ങൾ ഗ്ലാസ്സിൽ തട്ടി നിൽക്കുകയും ചെയ്യും. ഗ്ലാസ്സിൽ തട്ടി നിൽക്കുകയും ചെയ്യും. ഇതിനെയാണ് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് കാരണമായിട്ട് ഗ്ലാസിന്റെ ഉള്ളിൽ ചൂട് കൂടുന്നതായിരിക്കും. ഗ്ലാസിന്റെ ഉള്ളിൽ ചൂട് കൂടുന്നതായിരിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലാസ് ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് വി ഹാവ് ദ സെയിം എഫക്ട് വർക്കിംഗ് ഇൻ ദ എൻവിയോൺമെന്റ് ഓൾസോ. എൻവിയോൺമെന്റിലും നമുക്ക് ഈ ഒരു സെയിം എഫക്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എൻവിയോൺമെന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കാരണമായിട്ട് എൻവിയോൺമെന്റിൽ ചൂട് പിടിച്ചു നിർത്തപ്പെടും. ആ ചൂട് പിടിച്ചു നിർത്തപ്പെടുന്നത് കാരണമായിട്ട് ആണ് ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വാട്ട് വി കൻ സേ, ഭൂമിയിൽ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് വി ഹാവ് ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആബ്സെൻസ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലാത്ത സമയത്ത് ഭൂമിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വി ഹാവ് -18 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോർമൽ കേസിൽ ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ ഈസ് 14 ഡിഗ്രി സെൽഷ്യസ്. വെൻ വി ഡോണ്ട് ഹാവ് എ ഗ്രീൻ ഹൗസ് എഫക്ട്, ഇറ്റ്സ് -18 ഡിഗ്രി സെൽഷ്യസ്. -18 ഡിഗ്രി സെൽഷ്യസ്. ദെൻ അങ്ങനെ ഈ ഭൂമിക്കുള്ളിൽ ചൂട് നിലനിർത്തപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഓവറാൾ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മുടെ എൻവിയോൺമെന്റ് വാട്ടർ അല്ലെങ്കിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ ക്രമാതീതമായിട്ട് ഇൻക്രീസ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഗ്ലോബൽ വാർമിംഗ് ആയിട്ടാണ് ഭൂമിയിൽ ആളുകൾക്ക് വാട്ട് വി കൻ സേ നിലനിൽക്കാൻ പറ്റുന്നത്, ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തത് ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. നെക്സ്റ്റ് പിന്നെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ആയിട്ട് സാധാരണ ഗ്ലോബൽ വാർമിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, നോർമൽ കേസിൽ നമ്മൾ ഗ്ലാസ് ഹൗസ് എഫക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കേസിൽ നമ്മൾ അത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും. അങ്ങനെ നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയാനുള്ള കാരണം അവിടെ കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണുള്ളത്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കാരണമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ഗ്ലോബൽ വാർമിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വി ഹാവ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിന് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസ്
അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ നിലനിർത്താൻ അല്ലെങ്കിൽ ചൂട് എത്രത്തോളം നിലനിർത്താനുള്ള കപ്പാസിറ്റി ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിനുണ്ടോ അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനാണ് ഏറ്റവും ചെറിയ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ CO2ന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 ആണ്. CO2ന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 ആണ്. അപ്പം CO2ന്റെ 21 ഇരട്ടിയാണ് 21 ഇരട്ടിയാണ് വി ഹാവ് മീതെയിൻ. CO2ന്റെ 21 ഇരട്ടിയാണ് വി ഹാവ് മീതെയിൻ. CO2ന്റെ 300 ഇരട്ടിയാണ് വി ഹാവ് നൈട്രസ് ഓക്സൈഡ്. അതിൻ്റെയും ഇരട്ടിയാണ് വി ഹാവ് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്. അപ്പം എപ്പോഴും ചോദിക്കാറുണ്ട് ആർക്കാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആസ്പെക്റ്റുകൾ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആസ്പെക്റ്റുകൾ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. Next we have, moving to next topic. ഡിഫറെൻറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. അതിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് റീസെൻ്റ്ലി ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് വി ഹാവ് ലൈഫ് ടൈം. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾക്ക് എത്ര കാലമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾക്ക് നിലനിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് വി ഹാവ് ലൈഫ് ടൈം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലൈഫ് ടൈം എന്ന് പറയുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അതിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡർ ആണ്. ഓസോൺ ഏറ്റവും കുറവ് ഉള്ളതാണ്. വാട്ടർ വേപ്പർ ഫ്യൂ ഡേയ്സ് ആണ്. ഹൈഡ്രോഫ്ലൂറോ കാർബൺ 1 to 15 years ആണ്. മീതെയിൻ 12 years. HCFC 10 to 20 years. കാർബൺ ഡൈ ഓക്സൈഡ് 50 to 200 years. Then we have chlorofluorocarbon 45 to 100 plus years. Nitrous oxide 114 years. Sulfur hexafluoride 3200 years. Perfluorocarbon we have thousands to tens of thousands of years എന്നുള്ളതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. മൂവിങ് ടു നെക്സ്റ്റ് വൺ. സോ വി ഹാവ് ഓസോൺ ഹോൾ ഡിപ്ലീഷൻ. ഓസോൺ ഹോൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്കുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ്. വി ഹാവ് ഏറ്റവും ഫസ്റ്റുള്ള ലെയറാണ് വി ഹാവ് ട്രോപ്പോസ്ഫിയർ. ദെൻ വി ഹാവ് സ്ട്രാറ്റോസ്ഫിയർ. അങ്ങനെ നമ്മൾ തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, അയണോസ്ഫിയർ എന്നിങ്ങനെ പറയും. അങ്ങനെ ഈ പറയപ്പെടുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയറാണ് ഓസോൺ ഗ്യാസിന്റെ ലെയർ എന്ന് പറയുന്നത്. ഈ ഓസോൺ ലെയർ എന്ന് പറയുന്നത് വാട്ട് വി കൻ സേ ഇത് ശരിക്കും ഹോളല്ല, മറിച്ച് നമുക്ക് ഈ ഓസോൺ ലെയറിന്റെ ഓസോണിന്റെ തിക്നെസ്, അതായത് ഈ ഓസോണിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ ഒരു യൂണിറ്റിനാണ് വി ഹാവ് ദ ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓസോൺ ഹോളിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിനാണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ യൂണിറ്റ് ബിലോ 200 200 ഡോപ്സണിലേക്കാളേറെ 200 ഡോപ്സണിലേക്കാളേറെ കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് 200 ഡോപ്സണിലേക്കാളെ കുറയുമ്പോൾ അതിനെയാണ് നമ്മൾ ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. അപ്പം അതാണ് ബേസിക് ആസ്പെക്റ്റിൽ ഓസോൺ ഹോളിൽ മനസ്സിലാവാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ആസ്പെക്റ്റിലേക്കുള്ള സംഭവങ്ങളാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ആസ്പെക്റ്റ് ആണ് വി ഹാവ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ലോക്കൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്നത്. ലോക്കൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്നത്. ലോക്കൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയാസിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ വാട്ട് വി കൻ സേ നമ്മൾ ലോക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ലൈക്ക് വേസ്റ്റ് ഡിസ്പോസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, വാട്ടർ സ്കാർസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഡെസർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഒരു ലോക്കൽ ഏരിയാസിലെ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ലോക്കൽ ഇഷ്യൂസ് ആണ്. ദെൻ വി ഹാവ് റീജിയണൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വാട്ട് വി കൻ സേ കുറച്ചുകൂടി വലിയ ഏരിയാസിലേക്ക് വരുമ്പോൾ അതിനെയാണ് നമ്മൾ റീജിയണൽ എന്ന് പറയുന്നത്. കണ്ടാമിനേഷൻ ഓഫ് റിവർ, ഹാബിറ്റേറ്റ് ലോസ്, ആസിഡ് റൈൻ, പുവർ എയർ ക്വാളിറ്റി കുറച്ചുകൂടി വലുതാണ്. ഇനി ഗ്ലോബൽ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ സ്കെയിൽ വരുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ഗ്ലോബൽ ഇഷ്യൂ എന്ന് പറയുന്നത്. വി ഹാവ് ഗ്ലോബൽ വാർമിംഗ്. ദെൻ വി ഹാവ്
ഓക്കെ, പോളാർ മെൽറ്റിംഗ്, ഓഷ്യൻ അസിഡിഫിക്കേഷൻ, ഓസോൺ ഡിപ്ലീഷൻ, ഓക്കെ, ഇങ്ങനെയുള്ളതാണ് നമുക്ക് വാട്ട് വി ക്യാൻ സേ ഇറ്റ്സ് എ ഗ്ലോബൽ ലെവൽ. ഓക്കെ, ഗ്ലോബൽ ലെവൽ എന്നുള്ളതാണ്. യാ, ദാറ്റ്സ് ഇറ്റ്.